ഈ മണിക്കൂറിലെ നിർണായകമായ വാർത്തകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അലോക് വർമ്മ രാജിവെച്ചു. പുതിയ ചുമതലകൾ ഏറ്റെടുക്കാനാവില്ലെന്നും അലോക് വർമ്മ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, നിർണായകമാണ് ഈ വാർത്ത. അദ്ദേഹം ഇനി സുപ്രീം കോടതി അടക്കം നിയമപരമായി കൂടി സമീപിക്കാനുള്ള ഏതെങ്കിലും സാധ്യതകൾ ഇപ്പോൾ ഉണ്ടോ? ആനന്ദ്, അദ്ദേഹം അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അഭിഭാഷക വൃത്തങ്ങളിൽ നിന്നും അങ്ങനെ തന്നെയുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കാലാവധി ജനുവരി 31 കൂടി തന്നെ അവസാനിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ CBI ഡയറക്ടർ സ്ഥാനത്ത് 2 വർഷമാണ് തുടരാനുള്ള കാലാവധി. ആ 2 വർഷം ഈ ജനുവരി 31 കൂടി തന്നെ പൂർത്തിയാവുകയാണ്. അങ്ങനെ ുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിധി നാരായൺ കേസുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ വിധി പ്രസ്താവം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 വർഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ജനുവരി 31 അവസാനിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഫയർ സർവീസ് ആൻഡ് ഹോം ഗാർഡ്സ് ഡയറക്ടർ ജനറൽ സ്ഥാനം ഏറ്റെടുക്കാൻ തനിക്ക് താല്പര്യമില്ല. തന്റെ പ്രായം ഫയർ സർവീസ് ആൻഡ് ഹോം ഗാർഡ്സ് ഡയറക്ടർ ജനറൽ ആവാൻ പറ്റിയ പ്രായമല്ല. കാരണം ഈ പറയുന്ന CBI തലപ്പത്ത് 2 വർഷമാണെങ്കിലും ഈ പറയുന്ന ഫയർ സർവീസ് ആൻഡ് ഹോം ഗാർഡ്സ് ഡയറക്ടർ ജനറൽ സ്ഥാനം നീണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡയറക്ടർ ജനറൽ ആവാൻ പറ്റിയ പ്രായമല്ല തനിക്കെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി തന്നെ കത്തയക്കുകയും രാജിവെച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കും തനിക്ക് സ്വാഭാവിക നീതി ലഭിച്ചില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. തനിക്ക് വിശദീകരണം നൽകാൻ പോലും സമയം നൽകിയിട്ടില്ല. എല്ലാ നടപടിക്രമങ്ങളും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ ഇന്ത്യയിലെ പല ഭരണഘടനാ സ്ഥാപനങ്ങളും താറുമാറാകുന്നതിന് ഏറ്റവും ശ്രദ്ധേയപരമായ വാക്കുകൾ തന്നെയാണ് ഇത്. കാരണം തനിക്കൊരു വിശദീകരണം നൽകാൻ പോലും സമയം നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എല്ലാ നടപടിക്രമങ്ങളും അട്ടിമറിക്കപ്പെട്ടുവെന്നും അദ്ദേഹം തന്നെ പറയുന്നു. ഇത്രയും വലിയ ഒരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇങ്ങനെ കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നതോടെ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ താറുമാറാവുകയാണെന്ന് വ്യക്തമായി തന്നെ നമുക്ക് എടുത്തു പറയുക തന്നെ ചെയ്യേണ്ടി വരും. നിലവിൽ അദ്ദേഹം പ്രധാനമായി തന്നെ ഇന്നലെ ഉന്നതതല സമിതി യോഗം ചേർന്നതിന് ശേഷം തന്നെ അദ്ദേഹത്തെ പോസ്റ്റ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. CBI തലപ്പിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ തൊട്ടേ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നു പുതിയ സർവീസിലേക്ക്, അതായത് ഫയർ സർവീസ് ആൻഡ് ഹോം ഗാർഡ്സ് ഡയറക്ടർ ജനറൽ ആവാൻ താൻ തയ്യാറല്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതിപ്പോൾ ഔദ്യോഗികമായി തന്നെ രാജിയിലൂടെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സർവീസിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നതാണ് പ്രതിപക്ഷം അടക്കമുള്ള എല്ലാവരും ആരോപിക്കുന്നത്. കാരണം മല്ലികാർജുൻ ഖാർഗെ, ഉന്നത സമിതിയിലെ അംഗമായിരുന്ന മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരണങ്ങൾ നൽകാനുള്ള സമയം നൽകണം, അതാണ് ശരിയായ നടപടി എന്നെല്ലാം തന്നെ അദ്ദേഹം മല്ലികാർജുൻ ഖാർഗെ വാദിച്ചിരുന്നു. പക്ഷേ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിന്ന ജസ്റ്റിസ് AK സിക്രി നിലപാടും ഭൂരിപക്ഷ വിധിയുടെ അടിസ്ഥാനമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ആനന്ദ്, അതായത് ഹരീഷ്, ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു നിർണായക കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു. CBIയുടെ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ FIR റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അസ്താനയ്ക്കെതിരായ അഴിമതി ആരോപണം, ആ കേസ്, ആ FIR നിലനിൽക്കും എന്നുകൂടി ഇപ്പോൾ വാർത്തകൾ. അതിന്റെ വിശദാംശം കൂടി. ആനന്ദ്, മാംസ കയറ്റുമതി വ്യവസായിയായ മോയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പേര് പരാമർശിക്കാതിരിക്കാൻ സതീഷ് ഖാന ഇതിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് അസ്താനയ്ക്കെതിരെ ഉണ്ടായിരുന്ന കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള FIR രജിസ്റ്റർ ചെയ്ത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. നിരന്തരമായി വാദം കിട്ടുന്ന കേസാണത്. അതിൽ തന്നെ കൃത്യമായി തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് FIR തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ സതീഷ് ഖാനയിൽ നിന്ന് അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ടെന്ന് സതീഷ് ഖാന തന്നെ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്റെ കയ്യിൽ നിന്ന് 10 മാസം ഗഡുക്കളായാണ് അസ്താന പണം കൈപ്പറ്റിയതെന്ന് പറയുന്നുണ്ട്. 2 കോടി രൂപയാണ് അദ്ദേഹം കൈപ്പറ്റിയിരിക്കുന്നതെന്നും പറയുന്നു. എന്നാൽ അതിനെതിരെ കോടതിയിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലും നൽകിയ കത്തിലും വ്യക്തമായി രാകേഷ് അസ്താന വ്യക്തമാക്കുന്നത് തനിക്കെതിരായ FIRലെ കാര്യങ്ങൾ വ്യാജമാണെന്നാണ് അസ്താന നിലപാട്. CBIയിലെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെയും ചില ഉന്നതർ നടത്തിയ ഗൂഢാലോചനയാണ് സതീഷ് ഖാനയുടെ പരാതിയുടെ പിന്നിലെന്നും അസ്താന ആരോപിക്കുന്നുണ്ട്. ഇതേ വാദം തന്നെയായിരുന്നു അദ്ദേഹം കോടതിയിൽ നടത്തിയത്. പക്ഷേ എല്ലാം തന്നെ കോടതി ഒരു തരത്തിലും അംഗീകരിച്ചില്ല. കാരണം കോടതി ശക്തമായി തന്നെ FIRന്റെ അടിസ്ഥാനത്തിൽ, FIR രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്ന തീരുമാനം കൈക്കൊള്ളുന്നു. അതിൽ തന്നെ പ്രധാനമായി തന്നെ 10 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി ഇങ്ങനെ നിർദ്ദേശം വെച്ചതുകൊണ്ട് തന്നെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് തീർക്കേണ്ട സാഹചര്യം തന്നെ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാകേഷ് അസ്താനയ്ക്കൊപ്പം തന്നെ DYSP ദേവീന്ദർ കുമാർ നൽകിയ ഹർജിയും കോടതി തള്ളിയിരിക്കുന്നു. കാരണം ഇത് തള്ളേണ്ട സാഹചര്യമില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. എന്തായാലും
ഇത് വലിയ രീതിയിലുള്ള രാകേഷ് അസ്താനയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം രാകേഷ് അസ്താനയ്ക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ ഈ കോടതിയെ സമീപിക്കുന്നതിന് പകരം തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള നടപടിയുമായി സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉള്ളിൽ വ്യക്തമായി തന്നെ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. സാധാരണഗതിയിൽ ഒരു അന്വേഷണമോ മറ്റു നടപടികളോ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും സാധാരണ ചെയ്യുക, അന്വേഷണവുമായി മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്ന തീരുമാനത്തിലാണ് എത്താറ്. പക്ഷെ എന്തായാലും അതിനെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം കോടതിയെ സമീപിച്ചത്. കോടതി പോലും അദ്ദേഹം കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്വേഷണം നടക്കേണ്ട സാഹചര്യമുണ്ടെന്ന് കോടതി തന്നെ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ എന്തായാലും ഉത്തരവിട്ടിരിക്കുന്നത്. തീർച്ചയായും രണ്ട് വാർത്തകളും വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. രാകേഷ് അസ്താനയ്ക്ക് എതിരെ കോടതി നിലപാടെടുത്തിരിക്കുന്നു, എഫ്ഐആർ റദ്ദാക്കാനാകില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. ഒപ്പം അലോക് വർമ്മ രാജിവെച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറ്റു വാർത്തകൾ കൂടി നോക്കാം. മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ആൾദേവം ഗുർമീത് റാം റഹീം സിംഗ് കുറ്റക്കാരനെന്ന് കോടതി. പഞ്ചകുള CBI പ്രത്യേക കോടതിയാണ് ഗുർമീത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. രാംചന്ദർ ഛത്രപതി എന്ന കൊലപ്പെടുത്തിയ കേസിലാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. ഗുർമീത് റാം റഹീമിനൊപ്പം CBI അറസ്റ്റ് ചെയ്ത മറ്റു 3 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും. 2018 ജനുവരി 17-നാണ് ഗുർമീത് റാം റഹീം സിംഗിനെ അറസ്റ്റ് ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന് BSP-SP ധാരണ. മഹാസഖ്യ പ്രഖ്യാപനം അഖിലേഷ് യാദവും മായാവതിയും നാളെ നടത്തും. ഇരു പാർട്ടികളും 37 സീറ്റിൽ വീതവും RLD 2 സീറ്റിലും മത്സരിക്കും. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികൾക്കായി സഖ്യം വാതിൽ തുറന്നേക്കും. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് നേരിടാനാണ് SP-BSP അന്തിമധാരണ. മായാവതിയും അഖിലേഷ് യാദവും നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മഹാസഖ്യ രൂപീകരണത്തിലും സീറ്റ് വിഭജനത്തിലും അന്തിമ തീരുമാനമായത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇരുവരും നാളെ ലക്നൌവിൽ നടത്തും. 80 സീറ്റുകളുള്ള UPയിൽ SP-യും BSP-യും 37 വീതം സീറ്റുകളിൽ മത്സരിക്കും. അജിത് സിംഗിന്റെ RLDക്ക് കൈരാന ഉൾപ്പെടെ 2 സീറ്റ് നൽകും. കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കില്ലെങ്കിലും സോണിയയുടെ മണ്ഡലമായ റായ്ബറേലിയിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികൾക്കായി മഹാസഖ്യം വാതിൽ തുറന്നേക്കും. ഓം പ്രകാശ് രാജ്ഭറിന്റെ സുഹൽദേവ് പാർട്ടിക്ക് 1 സീറ്റ് നൽകുകയും അപ്നാദളിന്റെ 1 സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും സഖ്യം തയ്യാറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മഹാസഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. സഖ്യത്തിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിൽ സ്വന്തം നിലയിൽ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. കോൺഗ്രസിനെ എഴുതിത്തള്ളേണ്ടതില്ലെന്നും സംസ്ഥാനത്ത് കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നുമുള്ള നിലപാടിലാണ് പാർട്ടി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 71 സീറ്റുകൾ ലഭിച്ച ഉത്തർപ്രദേശിൽ മഹാസഖ്യം വരുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് വ്യക്തമായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തീയതി പ്രഖ്യാപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. 2014-ന് സമാനമായ രീതിയിൽ 9 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിലും ചർച്ച നടക്കും. ഇന്നും നാളെയുമായി 2 ദിവസമാണ് യോഗം. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് 72 മണിക്കൂർ മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയേക്കും. 5 മാസത്തിനുള്ളിൽ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിടുന്ന നിർണായക യോഗമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സന്നിഹിതരായ യോഗത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടങ്ങളിൽ മാറ്റം, ലോക്സഭാ വോട്ടിംഗ് ഘട്ടങ്ങൾ എന്നിവയാണ് ചർച്ചാ വിഷയം. 2014-ൽ 9 ഘട്ടമായാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. സമാനമായ രീതിയിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കും. തെരഞ്ഞെടുപ്പ് ചട്ടത്തിലെ മാറ്റങ്ങൾ സംബന്ധിച്ച് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഉമേഷ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള 14-അംഗ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സമർപ്പിച്ചിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് 72 മണിക്കൂറിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. 2014-ലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യഘട്ട വോട്ടിംഗ് നടക്കുമ്പോഴാണ് BJP പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇത് ഏറെ വിവാദമായിരുന്നു. വോട്ടർമാരെ സ്വാധീനിക്കുന്ന നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു പാർട്ടികൾ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. നിശബ്ദ പ്രചാരണ സമയത്ത് സ്ഥാനാർത്ഥികൾ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നത് നിരോധിക്കണം, ഈ സമയത്ത് വോട്ടർമാരെ നേരിട്ട് കാണുന്ന നിർത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. 2 ദിവസമായി നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കേന്ദ്രത്തിൽ ഭരണമാറ്റത്തിന് കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ലെന്ന് എ.കെ. ആന്റണി. കേരളത്തിലെ പരമ്പരാഗത വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമായെന്നും സഹകരിക്കാൻ കഴിയുന്നവരുമായി ധാരണയുണ്ടാക്കുമെന്നും എ.കെ. ആന്റണി അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്ത് കെ.പി.സി.സി ഭാരവാഹികളുടെ സംയുക്ത യോഗത്തിലാണ് എ.കെ. ആന്റണി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഈ വർഷം ഒരു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ വർഷമാണ്. ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന ഇലക്ഷൻ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യയുടെ ബഹുസ്വരതയുടെ, ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ, അങ്ങനെ ഭരണഘടന സംരക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ദേശീയ മൂല്യങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇത്തവണ നമുക്ക് കൈപ്പിഴ പറ്റിയാൽ, ഇന്ത്യയിലെ ജനാധിപത്യ മതേതരവാദികൾക്ക് കൈപ്പിഴ പറ്റിയാൽ, രണ്ടാമതൊരിക്കൽ കൂടി ഇന്ന് രാജ്യം ഭരിക്കുന്ന RSS നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ് രംഗത്ത് വന്നാൽ ആദ്യം തകർക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയായിരിക്കും. ബി.ജെ.പി. ദേശീയ കൌൺസിൽ യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായാണ് യോഗം ചേരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12,000-ഓളം പ്രതിനിധികൾ 2 ദിവസം നീണ്ടുനിൽക്കുന്ന കൌൺസിലിൽ പങ്കെടുക്കും. രാംലീല മൈതാനിയിൽ നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ പ്രസംഗിക്കും. നാളെ രാവിലെ മുതൽ നടക്കുന്ന ദേശീയ കൌൺസിൽ യോഗത്തിൽ നരേന്ദ്രമോദി മുഴുവൻ സമയവും പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം, ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നിവ കൌൺസിലിൽ ചർച്ചയാവും. മകരവിളക്ക് കാലത്ത് ശബരിമല സന്ദർശിക്കാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ച ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രന് തിരിച്ചടി. ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നും ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് രാജ വിജയരാഘവൻ വാക്കാൽ പരാമർശിച്ചു. ശബരിമലയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണെന്നും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും പോലീസും വാദിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കർശന ഉപാധിയോടെയായിരുന്നു ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രന് ഹൈക്കോടതി മുൻപ് ജാമ്യം അനുവദിച്ചത്. ഈ ഉപാധിയിൽ ഇളവ് ആവശ്യപ്പെട്ടാണ് സുരേന്ദ്രൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്തെത്താൻ അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി പരിഗണിക്കവെയാണ് സുരേന്ദ്രനെതിരെ കടുത്ത പരാമർശങ്ങൾ കോടതി നടത്തിയത്. ശബരിമലയിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നുമായിരുന്നു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ചോദ്യം. സുരേന്ദ്രന്റെ ഹർജിയെ പോലീസ് ശക്തമായി എതിർത്തു. ഒരു കാരണവശാലും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും ശബരിമലയിലെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാനാണ് ശ്രമമെന്നും പോലീസ് നിലപാടെടുത്തു. ഹർജി അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി. അന്ന് സർക്കാർ നിലപാടറിയിക്കണം. സന്നിധാനത്ത് പേരക്കുട്ടിയുടെ ചോറൂണിനെത്തിയ 52-കാരിയെ ആക്രമിച്ച കേസിലായിരുന്നു സുരേന്ദ്രൻ ജയിലിലായതും പിന്നീട് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചതും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മതസൗഹാർദ്ദത്തിന്റെ വിളംബരവുമായി ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു. അയ്യപ്പൻ മഹിഷിയെ കൊന്നതിലുള്ള സന്തോഷ പ്രകടനമാണ് പേട്ടതുള്ളൽ എന്നാണ് ഐതിഹ്യം. ചെറിയ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് പേട്ടതുള്ളിയത്. ആകാശത്ത് കൃഷ്ണപ്പരുന്ത് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് സമൂഹ പെരിയോൻ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ സംഘം ആദ്യം പേട്ടതുള്ളിയത്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പേട്ടതുള്ളിയെത്തിയ അമ്പലപ്പുഴ സംഘത്തിന് എരുമേലി നൈനാർ പള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരണം നൽകി. വാവരുടെ പ്രതിനിധിയായി ജമാഅത്ത് ഭാരവാഹി പേട്ടതുള്ള സംഘത്തിനൊപ്പം വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രം വരെ അനുഗമിച്ചു. അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘം പെരിയോൻ അമ്പാടത്ത് വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പേട്ടതുള്ളിയത്. വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം ശബരിമലയ്ക്ക് പോയെന്ന വിശ്വാസമുള്ളതിനാൽ ആലങ്ങാട് സംഘം വാവര് പള്ളിയിൽ കയറില്ല. പേട്ടതുള്ളലിന് ശേഷം വലിയ തോട്ടിൽ കുളിച്ച് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ശബരിമലയിലേക്ക് തിരിക്കും. മതമൈത്രിയും നാടിന്റെ സമാധാന അന്തരീക്ഷവും തകർക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദത്തിന്റെയും യഥാർത്ഥ ഭക്തിയുടെയും സമ്മേളനമാണ് ഈ എരുമേലി പേട്ടതുള്ളൽ. എരുമേലിയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം ടി.പി. പ്രശാന്ത്. മകരവിളക്കിന് എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും വിലയിരുത്താൻ ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ മേൽനോട്ട സമിതി സന്നിധാനത്തെത്തി പരിശോധന ആരംഭിച്ചു. ജസ്റ്റിസ് പി.ആർ. രാമൻ, എസ്. സിരിജകൻ, DGP എ. ഹേമചന്ദ്രൻ എന്നിവരടങ്ങിയ സംഘം ഇന്നലെ ഉച്ചയോടെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലും പമ്പയിലുമായി
പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് KSRTC, ദേവസ്വം, പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിർദ്ദേശങ്ങൾ നൽകി. തീർത്ഥാടനകാലം ആരംഭിച്ചപ്പോൾ ഭക്തർ നേരിട്ട ബുദ്ധിമുട്ടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15-ാം തീയതി വരെ സമിതി സന്നിധാനത്ത് തന്നെ തുടരും. ശബരിമല വിഷയത്തിൽ തന്ത്രി നിലപാട് മാറ്റണമെന്നും സുദീർഘമായ ശുദ്ധിക്രിയാകർമ്മം 1 മണിക്കൂർ കൊണ്ട് നടപ്പിലാക്കിയ ശബരിമല തന്ത്രി അതിന്റെ യുക്തി ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും ബോധിപ്പിക്കണമെന്നും എഴുത്തുകാരൻ SP നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. പീപ്പിൾ TVയുടെ അന്യോന്യം അഭിമുഖ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർ തന്റെ നിലപാട് മാറ്റണമെന്നും പ്രത്യേക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കും കക്ഷി ചേരേണ്ടയാളല്ല ഒരു തന്ത്രിയെന്നും എഴുത്തുകാരൻ SP നമ്പൂതിരി പീപ്പിൾ TVയോട് പറഞ്ഞു. അദ്ദേഹവും അറിഞ്ഞോ അറിയാതെയോ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വ്യക്തമാണല്ലോ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. അതിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലവാരത്തിനൊക്കെ മുകളിൽ നിൽക്കേണ്ട ആളാണ്. ആത്മീയ നിലവാരം ഇപ്പോൾ വിവേകാനന്ദയെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അവരൊക്കെ അതിനൊക്കെ ഉയർത്തി നിൽക്കുന്ന ആൾക്കാരാണ്. ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് തന്നെ വിവേകാനന്ദ പറയുന്നത് പ്രപഞ്ച പരമാത്മാവെന്നാണ് പറയുന്നത്. ദ സോൾ ഓഫ് യൂണിവേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെയുള്ള സങ്കല്പത്തിൽ നിൽക്കുകയും ആ സങ്കല്പത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട ആളാണ് തന്ത്രി. അല്ലാതെ ഈ ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഇടപെട്ട് അതിൽ കക്ഷിയായി അതിൽ ചില പ്രത്യേക താല്പര്യക്കാർക്ക് മുതലെടുക്കാൻ അവസരം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഒരു തന്ത്രി ഒരിക്കലും താഴാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സുദീർഘമായ ശുദ്ധിക്രിയാകർമ്മം 1 മണിക്കൂർ കൊണ്ട് നടപ്പിലാക്കിയ ശബരിമല തന്ത്രി അതിന്റെ യുക്തി ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും ബോധിപ്പിക്കുകയും വേണം. സ്ത്രീ പ്രവേശനമുണ്ടായാൽ അമ്പലമടച്ച് താക്കോൽ രാജാവിനെ ഏൽപ്പിച്ച് മടങ്ങുമെന്നായിരുന്നു തന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതെന്നും എന്നാൽ പിന്നീട് സ്ത്രീ പ്രവേശനമുണ്ടായപ്പോൾ തന്ത്രി ഇത് നടപ്പിലാക്കിയില്ല എന്നും SP നമ്പൂതിരി പ്രതികരിച്ചു. സ്ത്രീ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ അമ്പലടച്ച് നട പൂട്ടി താക്കോൽ രാജാവിനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? 1 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ഇൻസ്റ്റന്റ് ശുദ്ധിക്രിയ നടത്തി. ഇൻസ്റ്റന്റ് ശുദ്ധിക്രിയ ആയിരുന്നല്ലോ, തീർച്ചയാണല്ലോ. മറ്റേതാണെങ്കിൽ തത്വഹോമം, കലശം, നിരവധി പരിപാടി, ബിംബശുദ്ധി ഒരുപാട് ഒരു ദിവസം കൊണ്ട് തീരില്ല. അങ്ങനെയുള്ള ഒരു വിസ്തരിച്ചുള്ള കാലശം വേണ്ടി വരും എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ അടച്ചു പോവും. ചിലപ്പോൾ അവിടെ നിൽക്കില്ല. ഇങ്ങനെ ബിംബത്തിന് ചൈതന്യലോകം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അഷ്ടമംഗല പ്രശ്നം വരെ ചിലപ്പം വേണമെന്ന് വരാം. അത്തരം സുദീർഘമായ പരിപാടികളെല്ലാം ഒഴിവാക്കി 1 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്തതിൻ്റെ യുക്തി എന്താണെന്ന് ഭക്തജനങ്ങളുടെയും പൗരജനങ്ങളുടെയും എല്ലാവരുടെയും സംശയ നിവാരണത്തിൽ തന്ത്രി തയ്യാറാവേണ്ടതാണ്. പീപ്പിൾ TVയുടെ അന്യോന്യം അഭിമുഖ പരിപാടിയിലായിരുന്നു SP നമ്പൂതിരിയുടെ പ്രതികരണം. പരിപാടി ശനിയാഴ്ച വൈകിട്ട് 7:30 പീപ്പിൾ TVയിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. 2011 തടവുകാരെ വിട്ടയച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. 209 തടവുകാരെ വിട്ടയച്ച നടപടിയാണ് റദ്ദാക്കിയത്. 10 വർഷം തടവ് അനുഭവിച്ചവരെയാണ് 2011 വിട്ടയച്ചത്. വിട്ടയച്ചവരുടെ വിവരങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്നും വിട്ടയക്കപ്പെട്ടവർ ബാക്കി തടവ് അനുഭവിക്കണമെന്നും കോടതി പറഞ്ഞു. 10 വർഷത്തിലധികം തടവ് ശിക്ഷ അനുഭവിച്ചവർക്ക് ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള 2011 സർക്കാർ ഉത്തരവ് കോടതി റദ്ദാക്കി. തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെങ്കിലും അതിന് മതിയായ കാരണങ്ങൾ വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2011 ഉത്തരവിൽ മതിയായ കാരണങ്ങൾ ഇല്ലാതെയും ചിലരെ വിട്ടയച്ചുവെന്നും കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ഇളവ് ലഭിച്ചവരുടെ പട്ടിക സർക്കാർ പുനഃപരിശോധിക്കണം. ഇക്കാര്യത്തിൽ 6 മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണം. പരിശോധനയ്ക്ക് ശേഷം യോഗ്യതയില്ലെങ്കിൽ ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് വിട്ടയക്കപ്പെട്ടവർ അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. 2011 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചായിരുന്നു തടവുകാർക്ക് ശിക്ഷാ ഇളവ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അയോഗ്യനാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി സമർപ്പിച്ച ഹർജിയിൽ മുൻ ഉത്തരവ് ആവർത്തിച്ച് സുപ്രീംകോടതി. ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും കോടതി ഉത്തരവിട്ടു. വോട്ടെടുപ്പിൽ പങ്കെടുക്കാനും കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചരണം നടത്തിയ സംഭവത്തിൽ KM ഷാജിയെ അയോഗ്യനാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മുൻ ഉത്തരവ് ആവർത്തിച്ച് സുപ്രീം കോടതി. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും എന്നാൽ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും ഉത്തരവിട്ടു. നിയമസഭാ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന മുൻ ഉത്തരവും കോടതി ആവർത്തിച്ചു. അഴീക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള CPIM പ്രവർത്തകൻ TV ബാലൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി 2ാമത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചത്.
എതിർ സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ നൽകിയ ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരായ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി നേരത്തെ ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നു. അഴീക്കോട് തെരഞ്ഞെടുപ്പും MLA സ്ഥാനവും റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് ഷാജി സമർപ്പിച്ച 2 ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാൻ ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വർഗീയ വിദ്വേഷം പരത്തുന്ന ലഘുലേഖ പ്രചരിപ്പിച്ചതിനാണ് KM ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയത്. അമുസ്ലിമിന് വോട്ട് ചെയ്തതെന്നും അവർ ചെകുത്താന്റെ കൂടെ അന്തിയുറങ്ങേണ്ടവരാണെന്നും മുസ്ലിമായ ഷാജിക്ക് വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുള്ള ലഘുലേഖയാണ് ഷാജി വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കരിമണൽ സംസ്ഥാനത്തിന്റെ സമ്പത്തെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. കരിമണൽ ഖനനത്തിൽ അശാസ്ത്രീയതയുണ്ടോ എന്ന് പരിശോധിക്കും. എന്നാൽ ഈ സമരത്തിന് പിന്നിൽ നാട്ടുകാർ തന്നെയാണോ എന്നതും പരിശോധിക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. തീർച്ചയായിട്ടും പരിശോധിക്കാം. അത് IRU ആണ് അവിടെ മൈനിങ് നടത്തുന്നത്. പക്ഷേ മൈനിങ് നടത്തുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് പരാതി ഉണ്ടാകേണ്ട ഒരു കാര്യം കാണുന്നില്ല. അത് പരിശോധിച്ച് എന്താണെന്ന് നോക്കി. ഈ കരിമണൽ എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് തരുന്നൊരു വൻ സമ്പത്താണ്. ഇപ്പം അതിൽ വളരെ ചെറിയ ശതമാനം ശേഖരിക്കാൻ സാധിക്കുന്നു. ഞാൻ നോക്കാം എന്താണ് ഇതിൽ പരിശോധിക്കുക, എന്താണ് അശാസ്ത്രീയത എന്നുള്ളത് പരിശോധിച്ച് അശാസ്ത്രീയമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സയന്റിഫിക്കായി വളരെ എളുപ്പം ചെയ്ത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പരിശോധിക്കാം. നാട്ടുകാർ തന്നെയാണോ പറയുന്നത് എന്നുള്ളത് കൂടി ഒന്ന് വെരിഫൈ ചെയ്താണ്. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിൽ പൊതുമേഖലാ സ്ഥാപനത്തിനെതിരായ നീക്കം ഗവൺമെന്റ് അനുവദിക്കില്ലെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. കടൽ തീരം സംരക്ഷിച്ചുകൊണ്ട് ഖനനം എന്നതാണ് സർക്കാർ നയമെന്നും സ്വകാര്യ വ്യക്തികൾക്ക് ഖനനത്തിന് അനുമതി നൽകിയില്ലെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ആതിരപ്പള്ളി പദ്ധതി വേണമെന്നത് തന്നെയാണ് സർക്കാർ നിലപാടെന്ന് വൈദ്യുത മന്ത്രി MM മണി. എന്നാൽ സമവായമുണ്ടായാലേ പദ്ധതിയുമായി മുന്നോട്ട് പോകൂവെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വേനൽക്കാലത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് KSEB ചെയർമാനും അറിയിച്ചു. ആതിരപ്പള്ളി വേണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. എൻ്റെ സമീപനം അതാണ്, ബോർഡിൻ്റെ നിലപാടും അത് തന്നെ. പക്ഷേ അതിന് വേറെ ഒരുപടി ആളുകൾ തർക്കം പറയുന്നു, അതാണ് പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതുകൂടാതെ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം അനുകൂലമാണ്, ഒരു വിഭാഗം എതിരുമാണ്. ഇങ്ങനെയുണ്ട്. ഒരു വിഭാഗം എന്നോട് പറഞ്ഞു സമരം എന്ത് പ്രശ്നം വേണമെങ്കിലും ക്യാമ്പയിൻ വേണമെങ്കിലും നടത്താൻ കൂടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരു സമവായം ഉണ്ടായാലല്ലാതെ വേറെ വഴിയില്ല. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന 27ാമത് സെനറ്റർ ബൈ സെറ ക്രഡായ് പ്രോപ്പർട്ടി ഷോ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്യാം സുന്ദർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സരോവരം പാർക്കിന് എതിർവശം PVK ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഷോ 13-ന് സമാപിക്കും. രാവിലെ 10:30 മുതൽ രാത്രി 9:30 വരെയാണ് ഷോ ടൈം. പ്രോപ്പർട്ടി ഷോയിൽ കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ബിൽഡർമാർ ഒരുക്കുന്ന ഭവനങ്ങൾ സ്വന്തമാക്കാം.